പൽപ്പിച്ച വേണുഗോപാലിന് അങ്ങനെ ഒരു ശ്രമം നടത്തേണ്ട കാര്യം എന്താ? അവർ കോൺഗ്രസിൻ്റെ ഒരാളാണ്. അവരെങ്ങനെ പ്രത്യേകിച്ച് ഈ CPM കൊണ്ടുവരേണ്ട? അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്ത് കാര്യത്തിന്? എനിക്കൊന്ന് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഈ കേരളത്തിൽ തന്നെ ഇല്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുക. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനത് ഇതാരാന്ന് അന്വേഷിക്കാൻ ഞാൻ പുറപ്പെട്ടു. എനിക്കൊരു ചെറിയ വിവരമുണ്ട്. ആ വിവരം ഞാൻ ഇപ്പം പറയുന്നില്ല. അവരും പറഞ്ഞാൽ കുറച്ച് മോശമായി പോകുന്നതുകൊണ്ട് ഞാൻ ആ വിവരം പറയുന്നില്ല. അല്ലല്ല, ഈ ആളാരാണെന്നില്ല ഞാൻ അന്വേഷിച്ചു. എന്നെ കാണാൻ ഞാനത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായപ്പോൾ ഒരുപാട് കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള പലരും വന്നിട്ടുണ്ട്. ചിലർ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ചിലർ അന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഇപ്പം കോൺഗ്രസ്സായി തുടരുന്നവരുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങനെ പല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തെറ്റായ വഴി സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ പാർട്ടിക്കില്ല. തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തി ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കുകയാണ് CPIM. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങൾ ഞങ്ങളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ നയവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കൊണ്ട് ആകൃഷ്ടരായി മറ്റു പാർട്ടിയുള്ളവർ ഞങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ പറയുന്ന ആളുകൾ അവർക്ക് എന്താ സമൂഹത്തിൽ അംഗീകാരം പോലും എനിക്കറിഞ്ഞുകൂടാ. അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആലോചിച്ച് പറയേണ്ട കാര്യമാണ്. അത് ഞങ്ങളുടെ ഈ അഭിപ്രായത്തിനനുസരിച്ച് വരേണ്ടതല്ല. ഇന്ത്യൻ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം, ജനറൽ സെക്രട്ടറിയൊക്കെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അവരവരുടേതായിട്ട് അഭിപ്രായങ്ങൾ പറയും. ഈ മുൻ MLA S. രാജേന്ദ്രൻ BJP പോകുന്ന പ്രചാരണം S. രാജേന്ദ്രൻ ഇപ്പോൾ LDF കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാജേന്ദ്രനെ ഒരു പാർട്ടിയിലേക്കും പോകില്ല. രാജേന്ദ്രൻ MLA ആയിരുന്നു, നല്ലതുപോലെ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. രാജേന്ദ്രൻ തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഊഹാപോഹങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് CPMൻ്റെ അകത്തെ ഒന്ന് ആക്രമിക്കാം എന്ന് ധരിച്ച് ചിലർ ശ്രമിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളെയൊക്കെ പണമുള്ളവർ വിലക്ക് വാങ്ങും. അതിനനുസരിച്ച് നിഷ്പക്ഷമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ UDFന് വേണ്ടി പ്രചാരവര ചെയ്യും, BJPക്ക് വേണ്ടി പ്രചാരവര ചെയ്യും. അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ അത് സംബന്ധിച്ചുള്ള ഈ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടല്ലോ. SFIക്ക് അതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. ഈ ഇപ്പോഴും കണ്ടുവരുന്നൊരു പ്രവണത ഈ വിദ്യാഭ്യാസ മേഖലകളിൽ ആകെ SFI നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളും, യൂണിവേഴ്സിറ്റി, ഹൈസ്കൂളുകൾ, കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, IT, ടെക്നിക്കൽ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ SFIയുടെ ഈ വളർച്ചയും ഈ മുന്നേറ്റവും ഇവിടെ പലരിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്, ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലതുപക്ഷ ശക്തികളിൽ. അവർ ബോധപൂർവം തന്നെ SFIയെ ഏത് വടി കിട്ടിയാലും എടുത്തടിക്കാൻ നടക്കുന്നുണ്ട്. SFIയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രശ്നങ്ങൾ പോലും SFIക്ക് നേരെ തിരിച്ചുവിടുകയാണ്. ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്ന SFIക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ദൗർഭാഗ്യകരമായ, ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഒരു നൃത്തകലാധ്യാപകൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വളരെ ദുഃഖമാണ്, വേദനയാണ്. ആ സംഭവത്തെ പോലും വസ്തുനിഷ്ഠമായി കാണാതെ യഥാർത്ഥ തലത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കട്ടെ, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് പകരം ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത് ഫലത്തിൽ അതിൻ്റെ ശരിയായ തരത്തിലുള്ള നിരീക്ഷണത്തെ പോലും വഴിതിരിച്ചുവിടാൻ, ദുർബലപ്പെടുത്താൻ ഇടയാക്കും. ഈ പ്രവണതയെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് സത്യത്തിൻ്റെ വഴി തിരിച്ചുവിടുന്ന നിലപാടുകളെ ശക്തമായി എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഏതും ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാനുള്ള പ്രവണതയും കാണും. അത് SFI നിറഞ്ഞു നിൽക്കുകയാണ്. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒക്കെ SFI എന്ന് പറയുന്നത് അവരുടെ പൊരുതുന്നൊരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ പഠിച്ചു വളർന്ന് മിടുക്കരാകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലും
ഇന്നത്തെ നിലയിൽ കേരളത്തെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് SFIയും അതുപോലുള്ള സംഘടനകളുമെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ വോട്ടർമാരാണ്, 18 വയസ്സിന് മേലെ പ്രായമുള്ളവർ. അത്തരത്തിലുള്ള വോട്ടർമാരായിട്ടുള്ള വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേലയാണ് SFIക്കെതിരായിട്ടുള്ള പ്രചാരവേല. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ, സമാധാനപരമായ പഠനങ്ങൾക്കും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ, എല്ലാ കുട്ടികൾക്കും പഠിച്ചു വളർന്നു വരാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് SFI. അത് ഇന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല നാട്ടിലൊക്കെ ആയാൽ പഴയ കോൺഗ്രസ്, ട്രഡീഷണലായി കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന പല കുടുംബങ്ങളിലെയും ചെറുപ്പക്കാർ പഠിച്ചു വരുമ്പോൾ അവർ SFIക്കാരാകുന്നു, അവർ DYFIക്കാരാകുന്നു. അത് ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മഹിമ കൊണ്ടാണ്. അത് സഹിക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? ശരി, കാണാം.